അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ഇങ്ങനൊരു ഫോം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇലക്ഷൻ ആയ കാരണം കൊണ്ട് ഒരു SIR എന്ന് പറഞ്ഞൊരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചില വീടുകളിലൊക്കെ ഇത് ഫോമുകൾ എത്തിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് ഇത് അറിവുണ്ടാവില്ല. അപ്പോൾ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, പേടിക്കാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ നമ്മൾ ഈ കാണുന്ന ഈ ആദ്യത്തെ ഈ 1 2 3 4 5 6 7 8 9 ആ 9 ലൈൻ മാത്രം നമ്മൾ പൂരിപ്പിക്കേണ്ടുള്ളൂ. അതുപോലെ ഇവിടെ നമ്മുടെ ഫോട്ടോ പഴയ ഫോട്ടോ ആണെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ ഫോട്ടോ അവിടെ ഒരെണ്ണം ഒട്ടിക്കണം. അത്രയും നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം മുകളിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്, ജനനത്തീയതി. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അതിൽ ആധാർ നമ്പറാണ് അടിയിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എഴുതാം. ഞാൻ എഴുതിയിട്ടില്ല, എഴുതണം. അതിന്റെ അടിയിൽ മൊബൈൽ നമ്പർ, അതിന് താഴെ അച്ഛന്റെ പിതാവിന്റെ രക്ഷിതാവിന്റെ എന്ന് പറയുന്ന പോലെ അച്ഛന്റെ പേര്, അതുപോലെ അവരുടെ എപിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള പോലെ ഈ വോട്ടർ IDയിലുള്ള നമ്പറാണ്. അപ്പോൾ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഇല്ല. അവർ അമ്മയുടെ പേര്, അമ്മയുടെയും ഈ എപിക് നമ്പർ ചോദിക്കുന്നത് ഇവിടെ വോട്ടർ IDയുടെ നമ്പറാണ്. അപ്പോൾ അതും എൻ്റെ ഇല്ല. അതുപോലെ പങ്കാളിയുടെ പേര്, അത് വൈഫിന്റെയാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വൈഫിന്റെ പേര്. വൈഫിന്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എത്രയോ ഇതിൽ പൂരിപ്പിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോ എല്ലാവർക്കും സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, ബൈ ബൈ.